Hey friends, welcome back to my channel. ഇത്തവണ കുറച്ച് തിരക്കായിരുന്ന കാരണം വീഡിയോ ഇടാൻ ലേറ്റ് ആയിപ്പോയി. അപ്പോൾ സയൻറ്റിഫിക് ഓഫീസറിൻ്റെ കൺഫർമേഷൻ വന്ന് എല്ലാവരും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബയോടെക്നോളജിയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ്. അതുപോലെ തന്നെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ടോപ്പിക്സിൻ്റെയൊക്കെ ഷോർട്ട് നോട്ട്സും അതുപോലെ പിക്ചേഴ്സും ഒക്കെ പറയാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരോട് വലിയൊരു താങ്ക്സ്. ഇനിയും സപ്പോർട്ട് ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാം. ഈ വീഡിയോയുടെ നെക്സ്റ്റ് പാർട്ട് പിറകെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, The first question is, restriction enzymes are discovered by Smith and Nathans, Alexander Fleming, Berg, Nunn. ആൻസർ എന്ന് പറയുന്നത് സ്മിത്ത് ആൻഡ് നാഥൻസ് ആണ് റെസ്ട്രിക്ഷൻ എൻസൈം കണ്ടുപിടിച്ചത്. ഓക്കെ, then clenofragment is derived from DNA ligase, DNA polymerase 1, DNA polymerase 2, reverse transcriptase. ക്ലെനോഫ്രാഗ്മെൻറ്റ് അല്ലെ ക്ലെനോ എൻസൈം എന്ന് പറയുന്നത് എന്താണ്? DNA പോളിമറൈസ് 1ൻ്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ DNA പോളിമറൈസ് 1ൻ്റെ വേറൊരു പേരാണ് ക്ലെനോഫ്രാഗ്മെൻറ്റ് അല്ലെങ്കിൽ ക്ലെനോ എൻസൈം എന്ന് പറയുന്നത്. ഓക്കെ, the DNA fragments have sticky ends due to endonuclease, unpaired bases, calcium ions, free methylation. ആൻസർ എന്ന് പറയുന്നത് അൺപെയർഡ് ബേസസ് ആണ്. ഈ അൺപെയർഡ് ബേസസ് അവിടെ ഓരോ ഫ്രാഗ്മെൻറ്റിൻ്റെയും ആ ഒരു കോർണറിലുള്ളത് കൊണ്ട് എൻഡിലും ഉള്ളത് കൊണ്ടാണ് അവയ്ക്ക് സ്റ്റിക്കി എൻഡ് പോലെ തോന്നുന്നത്. DNA ഒക്കെ ഇനി ലിഗേസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ DNA ഇങ്ങനെ കൂട്ടിച്ചേർക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ DNA ഈ പറഞ്ഞ ഈ സ്റ്റിക്കി എൻഡ് ഉള്ളത് കൊണ്ടാണ് അതൊക്കെ സാധിക്കുന്നത്. അങ്ങനെ സ്റ്റിക്കി എൻഡ് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ അൺപെയർഡായിട്ട് നിൽക്കുന്ന ബേസസ് ആണ്, ന്യൂക്ലിയോടൈഡ് ബേസസ് ആണ്. ഓക്കെ, then excision and insertion of a gene is called biotechnology, genetic engineering, cytogenetics, then gene therapy. അപ്പം ഒരു ജീനിനെ നമ്മൾ എക്സൈസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ കട്ട് ചെയ്യുന്നു, പിന്നെ വേറൊരു സ്ഥലത്ത് കൊണ്ട് ഇൻസേർട്ട് ചെയ്യുന്നു. ഇതൊക്കെ എവിടെയാണ് നടക്കുന്നത്? ബയോടെക്നോളജിയിലാണോ? ബയോടെക്നോളജി എന്ന് പറയുമ്പോൾ ഓവറോൾ ആണ് വരുന്നത്. പിന്നെ ജനറ്റിക് എൻജിനീയറിങ്ങിലാണ് ഈ പറഞ്ഞ എക്സിഷനും ഇൻസേർഷനും ഒക്കെ വരുന്നത്. പർട്ടിക്കുലർലി ജനറ്റിക് എൻജിനീയറിംഗ് എന്ന് പറയുന്നത് ഈ എക്സിഷൻ ആൻഡ് ഇൻസേർഷൻ ഓഫ് ജീൻസ് ആണ്. ഓക്കെ, then which bacterium is used in the production of insulin by genetic engineering? Saccharomyces, Rhizobium, Escherichia, Mycobacterium. ആൻസർ എന്ന് പറയുന്നത് എസ്ക്രീഷ്യ ആണ്. ഏത് ബാക്ടീരിയ ആണ് ഇൻസുലിൻ്റെ ജനറ്റിക് എൻജിനീയറിംഗിൽ യൂസ് ചെയ്യുന്നത്? എസ്ക്രീഷ്യ ആണ്. എസ്ക്രീഷ്യ കോളിയാണ് പ്രധാനമായിട്ടും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, the next question, plasmids are used as cloning vectors for which of the following reasons? പ്ലാസ്മിഡിനെ ക്ലോണിംഗ് വെക്ടറായിട്ട് ഉപയോഗിക്കാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: ക്യാൻ ബി മൾട്ടിപ്ലൈഡ് ഇൻ കൾച്ചറിൽ അത് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ സെൽഫ് റെപ്ലിക്കേഷൻ ഇൻ ബാക്ടീരിയൽ സെൽസിനുള്ളിൽ സെൽഫ് റെപ്ലിക്കേഷൻ തനിയെ ഇരുന്ന് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ എന്താണ് എൻസൈംസിൻ്റെ ഒക്കെ ഹെൽപ്പോട് കൂടിയിട്ട് ലാബോറട്ടറിയിലൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ ബാക്ടീരിയൽ സെല്ലിൻ്റെ പുറത്ത് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ടാവാം ഫ്രീ ആയിട്ട്. ഇതിലേതാണ് സെൽഫ് റെപ്ലിക്കേഷൻ ഇൻ ബാക്ടീരിയൽ സെൽസ്? അപ്പോൾ ഒരു പ്ലാസ്മിഡ് ഒരു ബാക്ടീരിയൽ സെല്ലിനുള്ളിൽ കയറി കഴിഞ്ഞാൽ അവർ ഈ ബാക്ടീരിയൽ സെല്ലുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യത്തില്ല. അവർ സെൽഫായിട്ട് മാറിയിരുന്നിട്ട് എന്ത് ചെയ്യും? തന്നെയെ റെപ്ലിക്കേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, then bacteria protect themselves from viruses by fragmenting viral DNA with ligases, endonucleases, exonucleases, gyrases. ഒരു ബാക്ടീരിയ വൈറസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വൈറൽ DNA എങ്ങനെയാണ് ഫ്രാഗ്മെൻറ്റ് ചെയ്യുന്നത്? എന്തുപയോഗിച്ചിട്ടാണ് ആ വൈറൽ DNA കട്ട് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്ന് പറയുന്നതാണ് എൻഡോന്യൂക്ലിയേസസ്. എൻഡോന്യൂക്ലിയേസസ് എന്ന് വെച്ചാൽ ആ ഒരു DNA ഉള്ളിൽ ഇൻസൈഡിലായിട്ട് കട്ട് വരുത്താൻ വേണ്ടിയിട്ടാണ് എൻഡോന്യൂക്ലിയേസസ് യൂസ് ചെയ്യുന്നത്. ആ എൻഡിലാണ് കട്ട് ചെയ്യണമെങ്കിലാണ് നമ്മൾ എക്സോന്യൂക്ലിയേസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, then സതേൺ ബ്ലോട്ടിംഗ് ഈസ്. എന്താണ് സതേൺ ബ്ലോട്ടിംഗ് എന്ന് വെച്ചാൽ? സതേൺ ബ്ലോട്ടിംഗ് ഉണ്ട്, വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ഉണ്ട്. ഓക്കെ, അതിൽ എന്താണ് സതേൺ ബ്ലോട്ടിംഗ് എന്ന് വെച്ചാൽ? അറ്റാച്ച്മെൻറ്റ് ഓഫ് പ്രോബ്സ് ടു DNA ഫ്രാഗ്മെൻറ്റ്സ്. പ്രോബിനെ DNA ഫ്രാഗ്മെൻറ്റിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് DNA ഫ്രാഗ്മെൻറ്റ്സ് ഫ്രം ഇലക്ട്രോഫോററ്റിക് ജെൽ ടു എ നൈട്രോസെല്ലുലോസ് ഷീറ്റ്. DNA ഫ്രാഗ്മെൻറ്റ്സിനെ ഇലക്ട്രോഫോററ്റിക് ജെല്ലിൽ നിന്ന് നൈട്രോസെല്ലുലോസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതോ
കമ്പാരിസൺ ഓഫ് DNA ഫ്രാഗ്മെൻറ്റ്സ് ടു 2 സോഴ്സസ്, 2 സോഴ്സിൽ നിന്നുള്ള DNA ഫ്രാഗ്മെൻറ്റ്സിനെ കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അതാണോ ഈ സതേൺ ബ്ലോട്ടിംഗ്. അഥവാ ട്രാൻസ്ഫർ ഓഫ് DNA ഫ്രാഗ്മെൻറ്റ്സ് ടു ഇലക്ട്രോഫോർട്ടിക് ജെൽ ഫ്രം സെല്ലുലോസ് മെംബ്രെയിൻ, ഒരു സെല്ലുലോസ് മെംബ്രെയിനിലേക്ക് എന്താണ് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഓക്കെ, സെല്ലുലോസ് മെംബ്രെയിനിൽ നിന്ന് ഇലക്ട്രോഫോർട്ടിക് ജെല്ലിലേക്ക് DNA ഫ്രാഗ്മെൻറ്റ്സിനെ ട്രാൻസ്ഫർ ചെയ്യാനാണോ? അങ്ങനെ 4 ഓപ്ഷനാണുള്ളത്. ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. എന്ന് വെച്ചാൽ എന്താണ് സതേൺ ബ്ലോട്ടിംഗ് എന്ന് വെച്ചാൽ DNA ഫ്രാഗ്മെൻറ്റ്സിനെ ഇലക്ട്രോഫോർട്ടിക് ജെല്ലിൽ നിന്ന് നൈട്രോസെല്ലുലോസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സതേൺ ബ്ലോട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഗോൾഡൻ റൈസ് വെറൈറ്റി ഈസ് റിച്ച് ഇൻ. ഗോൾഡൻ റൈസിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ക്ലാസ്സിൽ തന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഗോൾഡൻ റൈസ് വെറൈറ്റി എന്തിൽ റിച്ച് ആണ്? വൈറ്റമിൻ സി, ബീറ്റ കരോട്ടിൻ ആൻഡ് ഫെറിറ്റിനിൻ, ബയോട്ടിൻ, ലൈസിൻ. ആൻസർ എന്ന് പറയുന്നത് ബീറ്റ കരോട്ടിൻ ആൻഡ് ഫെറിറ്റിൻ ആണ്. ബീറ്റ ആയിരുന്നു, അപ്പം ഞാൻ ഫോണിലേക്ക് മാറ്റിയപ്പം ബി ആയി പോയതാണ്. ഓക്കെ, അപ്പോൾ ബീറ്റ കരോട്ടിൻ ആണ്, ബി ആണ് ആൻസർ. Then the first transgenic plant to be produced is brinjal, tobacco, rice, cotton. ഏതാണ് ഫസ്റ്റ് ട്രാൻസ്ജെനിക് പ്ലാന്റ് എന്ന് പറയുന്നത്? എന്ന് വെച്ചാൽ ബയോളജിക്കലി എൻജിനീയർഡ് ആയിട്ടുള്ള, ജനറ്റിക്കലി എൻജിനീയർഡ് ആയിട്ടുള്ള പ്ലാന്റ് ഏതാണ്? ഫസ്റ്റ് പ്ലാന്റ് ഏതാണ്? ടൊബാക്കോയാണ് ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത്. 1982 ഈ ടൊബാക്കോ പ്ലാന്റിനെ ആദ്യമായിട്ട് ട്രാൻസ്ജെനിക് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ആയിരുന്നു. അവർ 1982 അതിനെ പ്രൊഡ്യൂസ് ചെയ്തപ്പം. അത് കഴിഞ്ഞിട്ട് അത് എവിടെയാണ് അതിൻ്റെ ഫസ്റ്റ് ട്രയൽ നടന്നതെന്ന് ചോദിച്ചാൽ ഫ്രാൻസിലും USA-യിലും 1986 ഇതിൻ്റെ ഫസ്റ്റ് ട്രയൽ നടക്കുന്നത്. അത് കൂടാണ്ട് ആ സമയത്ത് 1986 അവർ രണ്ടാമത് അതിനെ ഫസ്റ്റ് ട്രയൽ ചെയ്യുമ്പോഴത്തേന് അവർ ആ ഒരു എന്താണ് BT ടൊബാക്കോ എന്ന് പറയുന്നത് എന്തായിരുന്നാലും ട്രാൻസ്ജെനിക് ടൊബാക്കോ എന്ന് പറയുന്നത് ഒരു ഹെർബിസൈഡ് റെസിസ്റ്റൻ്റ് ആയിരുന്നു. ഓക്കെ, ഇതൊക്കെ ഓർത്തിരിക്കാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, RNA interference help in cell proliferation, micropropagation, cell defense, cell differentiation. ഫസ്റ്റ് ഓഫ് ഓൾ RNA interference എന്ന് വെച്ചാൽ എന്താണ്? ഒരു ജീൻ സൈലൻസിങ് ടെക്നിക്കാണ്. ഓക്കെ, നമ്മൾ നോവൽ തെറാപ്പിറ്റിക് ആൻഡ് ഡിസീസിനെ സൈലൻറ്റ് ചെയ്യിക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു DNA സൈലൻസിങ് മെക്കാനിസമാണ് ഈ RNA ഇൻ്റർഫിയറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു DNA പ്രവൃത്തികളെ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ആക്ടിവിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു RNA പാത്വേയിലൊക്കെ കടന്നു പോയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പാത്വേ കൂടി നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് RNA ഇൻ്റർഫിയറൻസ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിച്ച കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ RNA ഇൻ്റർഫിയറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ജീൻ സൈലൻസിങ് ടെക്നിക്കാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഡിസീസിനെയൊക്കെ നമുക്ക് സൈലൻസ് ചെയ്യിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അത് തെറാപ്പിറ്റിക് യൂസസ് ഒക്കെ ഉണ്ട്. HIV, അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഒക്കെ നമുക്ക് അതുപോലെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായിരിക്കും ആൻസർ എന്ന് പറയുന്നത്? സെല്ലിൻ്റെ ഡിഫെൻസിനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? സെൽ ഡിഫെൻസ് ആണ്. ഒരു ഡിസീസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെൽ ഡിഫെൻസ് മെക്കാനിസത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് RNA ഇൻ്റർഫിയറൻസ്. ഓക്കെ, then Alan Jeffries is the name associated with DNA sequencing, RNA sequencing, DNA fingerprinting and PCR. അപ്പം അലൻ ജെഫ്രി എന്നുള്ള പേര് ഈ കൂട്ടത്തിൽ ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. DNA ഫിംഗർ പ്രിൻറ്റിംഗ് ആണ്. അപ്പോൾ DNA ഫിംഗർ പ്രിൻറ്റിംഗ് ഫസ്റ്റ് ഇൻവെൻറ്റഡ് ചെയ്തിരിക്കുന്ന ആരാണ്? അലൻ ജെഫ്രി ആണ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആൻറ്റിസെൻസ് ജീൻ ഇൻവോൾവ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഫ്ലേവർ ടൊമാറ്റോ ഈസ്. അപ്പം ഫ്ലേവർ സേവർ ടൊമാറ്റോ അതിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ആൻറ്റിസെൻസ് ജീൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പോളിഗാലറ്റുറോനേസ്, ലാക്ടമേസ്, അഡിനോസിൻ ഡീഅമിനേസ്, ട്രാൻസ്ഫറേസ്. ഇതിലേത് ജീനാണ് ആൻറ്റിസെൻസ് ജീനാണ് നമ്മൾ യൂസ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം ഫ്ലേവർ സേവർ ടൊമാറ്റോയുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തത് പോളിഗാലറ്റുറോനേസ് എൻസൈമാണ്. ഓക്കെ, then the genetically engineered golden rice synthesize large amount of vitamin K, beta carotene, vitamin C, beta galactosidase. ആൻസർ എന്ന് പറയുന്നത് ബീറ്റ കരോട്ടിൻ ആണ്. അപ്പം ജനറ്റിക്കലി എൻജിനീയർഡ് ആയിട്ടുള്ള ഗോൾഡൻ റൈസിനകത്ത് എന്താണ് ഏറ്റവും ലാർജ് എമൗണ്ടിൽ സിന്തസൈസ് ആയിട്ട് കിട്ടുന്നത്? ബീറ്റ കരോട്ടിൻ ആണ്. അത് പ്രിക്കസേഴ്സ് ഓഫ് A ആണ്. വൈറ്റമിൻ എയുടെ പ്രിക്കസറാണ് ബീറ്റ കരോട്ടിൻ എന്ന് പറയുന്നത്. ഓക്കെ,
Then the Cray-Lox system uses one of the following. അപ്പോൾ Cray-Lox system എന്ന് പറഞ്ഞാൽ ഒരു സൈറ്റ് സ്പെസിഫിക് റീകോമ്പിനേഷൻ അല്ല റീകോമ്പിനേസ് ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് Cray-Lox സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് നമ്മൾ ഡിലീഷൻ, ട്രാൻസ്ലൊക്കേഷന്, ഇൻസേർഷന്, ഡിലീഷൻ, അങ്ങനെ ഒരുപാട് ഇൻവേർഷൻ, അങ്ങനെ DNA-യിൽ ഈ കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു സൈറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റീകോമ്പിനേസ് ടെക്നോളജിയാണ് ഈ Cray-Lox സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇക്കൂട്ടത്തിൽ ഏതായിരിക്കും? DNA റീകോമ്പിനേസ് ആണ് Cray-Lox സിസ്റ്റത്തിനകത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സൈറ്റ് സ്പെസിഫിക് റീകോമ്പിനേസ് ടെക്നോളജിയിലാണ് ഈ Cray-Lox സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട എൻസൈം എന്ന് പറയുന്നത് DNA റീകോമ്പിനേസ് എൻസൈം ആണ്. ഇതിന് വേറൊരു പേരുണ്ട്, ക്രേ കോമ്പിനേസ് എന്ന് ഇവയ്ക്ക് പേരുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ടെക്നിക് ഇൻ വിച്ച് ഫോറിൻ DNA പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി സർഫസ് ഓഫ് ടങ്സ്റ്റൺ ഓർ ഗോൾഡ് പാർട്ടിക്കിൾസ് ആൻഡ് ഷോട്ട് ഇൻ ടു ടാർജറ്റ് സെൽ. എന്താണ്? ഒരു ഫോറിൻ DNA നമുക്ക് എന്ത് ചെയ്യണം? ഒരു ടാർജറ്റ് സെല്ലിനകത്തോട്ട് കയറ്റാൻ വേണ്ടിയിട്ട് നമ്മളതിനെ ഒരു ടങ്സ്റ്റൺ അല്ലെങ്കിൽ ഒരു ഗോൾഡ് പാർട്ടിക്കിളിൻ്റെ സർഫസിൽ നമ്മളതിനെ കവർ ചെയ്തിട്ട് ടാർജറ്റ് സെല്ലിലേക്ക് അതിനെ ഷൂട്ട് ചെയ്യുന്നു. അതെന്താണ്? ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് പാർട്ടിക്കിൾ ഗൺ എന്നാണ് പറയുന്നത്. മൈക്രോ ഇഞ്ചക്ഷൻ അല്ല, കെമിക്കൽ മീഡിയേറ്റഡ് ജീൻ ട്രാൻസ്ഫർ അല്ല, അതുപോലെ തന്നെ പാർട്ടിക്കിൾ ഗണ്ണാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഈ പറഞ്ഞേക്കുന്ന 16, 17, 18, 20 ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ 2013 സയൻറ്റിഫിക് ഓഫീസർ ക്വസ്റ്റ്യനകത്ത് ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് തന്നെ എന്താണ്, ഒരെണ്ണം ഒഴികെ ബാക്കിയെല്ലാം തന്നെ ചോദിച്ചിട്ടുള്ളവയാണ്. അപ്പോൾ ഫസ്റ്റ് 16ാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. എന്താണ്? ഒരു ഫോറിൻ DNA നമ്മൾ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. എവിടെ? ഒരു ടങ്സ്റ്റൺ അല്ലെങ്കിൽ ഒരു ഗോൾഡ് പാർട്ടിക്കിളിൻ്റെ സർഫസിൽ, എന്നിട്ട് ഒരു ടാർജറ്റ് സെല്ലിലോട്ട് തന്നെ ഷൂട്ട് ചെയ്യുന്നു. ആ പ്രോസസ്സിന് പറയുന്നതാണ് പാർട്ടിക്കിൾ ഗൺ. ദെൻ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ഈസ് ഓൾസോ നൗൺ ആസ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസിൻ്റെ വേറൊരു പേരെന്താണ്? മോളിക്കുലർ സിസേഴ്സ് എന്നാണ്. മോളിക്കുലർ ഗ്ലൂ, DNA ലിഗേസ്, അതുപോലെ DNA പോളിമറൈസ് ഒന്നുമല്ല, മോളിക്കുലർ സിസേഴ്സ് എന്നാണ് പറയുന്നത്. കാരണം DNA കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ദെൻ നാച്ചുറൽ ജനറ്റിക് എഞ്ചിനീയർ ഈസ് അക്രോബാക്ടീരിയം സ്പീഷീസസ്, റൈസോബിയം സ്പീഷീസസ്, ബാസിലസ് സ്പീഷീസസ്, ബാക്ടീരിയോഫേജസ്. ഇതിലേതാണ് നാച്ചുറൽ ജനറ്റിക് എഞ്ചിനീയർ എന്ന് പറയുന്നത്? കോമൺ ആയിട്ട് ആരാണ്? അഗ്രോബാക്ടീരിയം ആണ്. അഗ്രോബാക്ടീരിയത്തിൻ്റെ പല സ്പീഷീസസ് ഉണ്ട്. അഗ്രോബാക്ടീരിയം റൈസോജീൻസ് ഉണ്ട്, അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നാച്ചുറലി ഉള്ള ജനറ്റിക് എഞ്ചിനീയർ എന്ന് പറയുന്നത്. ഈ എന്താണ്? അഗ്രോബാക്ടീരിയം സ്പീഷീസസ് ആണ്. ഇതിനെപ്പറ്റി ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയുന്നതാണ്. ഓക്കെ, ദ വെക്ടർലെസ് ജീൻ ട്രാൻസ്ഫർ ഇൻക്ലൂഡ്. വെക്ടർ ഇല്ലാത്ത ജീൻ ട്രാൻസ്ഫർ ഇതിലേതാണ്? മൈക്രോ ഇഞ്ചക്ഷൻ, പാർട്ടിക്കിൾ ഗൺ, ഇലക്ട്രോപോറേഷൻ, ഓൾ ഓഫ് ദിസ്. ഈ പറഞ്ഞ മൈക്രോ ഇഞ്ചക്ഷനും പാർട്ടിക്കിൾ ഗണ്ണും ഇലക്ട്രോപോറേഷനും ഒക്കെ എന്താണ്? വെക്ടർ ഇല്ലാതെ ജീൻ ട്രാൻസ്ഫോർമേഷൻ നടത്തുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ പ്രോസസ്സാണ്. ഓക്കെ, ഓൾ ഓഫ് ദിസ് ആണ് ആൻസർ. ദെൻ ഫസ്റ്റ് ക്രോപ്പ് പ്ലാൻ സ്വീക്വൻസ്ഡ്. ഫസ്റ്റ് ക്രോപ്പ് സീക്വൻസ് ചെയ്തത് ഏതാണ്? ആദ്യത്തെ പ്ലാന്റ് സീക്വൻസ് ചെയ്തത് ഏതാണ്? റൈസ് ആണ്. ഒറൈസ ഗ്ലാബറിമയാണ് ആദ്യം സീക്വൻസ് ചെയ്ത ക്രോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലാസ്മിഡ് ആൻഡ് ആൻ എപ്പിസോം. എപ്പിസോമും പ്ലാസ്മിഡും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ്? പ്ലാസ്മിഡ് ഈസ് സർക്കുലർ, എപ്പിസോം ഈസ് ലീനിയർ. Plasmid is linear, episome is circular. Then plasmid can be inserted into host genome, episome not. Plasmid host genome insert ആവും, episome ചെയ്യത്തില്ല. Episomes can be inserted into host genome. Episomes host genome inserted ആവും. ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. എപ്പിസോം ആണ് ഹോസ്റ്റ് ജീനോമിനകത്ത് ഇൻസേർട്ടഡ് ആവുന്നത്. പ്ലാസ്മിഡ് ഇൻസേർട്ടഡ് ആവത്തില്ല. അതുപോലെ തന്നെ ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ലോ ഓക്സിൻ സൈറ്റോകാനിൻ റേഷ്യോ ലീഡ്സ് ടു. ഓക്സിൻ കുറവും സൈറ്റോകാനിൻ്റെ റേഷ്യോ കൂടുതലുമാണെങ്കിൽ അത് എന്തിലേക്ക് ലീഡ് ചെയ്യിക്കും? ഷൂട്ട് ഫോർമേഷൻ, റൂട്ട് ഫോർമേഷൻ, ഫ്രൂട്ട് ഫോർമേഷൻ, ഓൾ ഓഫ് ദിസ്. ആൻസർ എന്ന് പറയുന്നത് ഷൂട്ട് ഫോർമേഷൻ ആണ്. അതും നമ്മൾ ഇനി ഫ്രണ്ടിലോട്ട് പഠിക്കും, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നില്ല. ഓക്കെ. ഹെയറി റൂട്ട് കൾച്ചേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ യൂസിങ്
Agrobacterium tumefaciens, Agrobacterium rhizogenes, Agrobacterium vitis, Agrobacterium ruby. ഇതിലേതാണ് ഹെയറി റൂട്ട് കൾച്ചേഴ്സിന് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്? അഗ്രോബാക്ടീരിയം റൈസോജീൻസ് ആണ്. ഓക്കെ. ദെൻ ഇൻഡോൾ 3 അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ജിബറലിൻ ആണ്, സൈറ്റോകൈനിൻ ആണ്, ഓക്സിൻ ആണ്, ഇതൊന്നുമല്ല. ആൻസർ എന്ന് പറയുന്നത് ഓക്സിൻ ആണ്. ഓക്സിൻ്റെ ഒരു ഡെറിവേറ്റീവ് ആണ് ഇൻഡോൾ 3 അസറ്റിക് ആസിഡ്, IAA എന്നൊക്കെ പറയുന്നത്. ഓക്കെ. ദിസ് ഈസ് നോട്ട് എ ബേസിക് കമ്പോണൻറ്റ് ഓഫ് കൾച്ചർ മീഡിയ ഫോർ പ്ലാന്റ് കൾട്ടിവേഷൻ. നമ്മൾ പ്ലാന്റിനെ ടിഷ്യൂ കൾച്ചർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കമ്പോണൻറ്റ് നമ്മൾ അങ്ങനെ ബേസിക് ആയിട്ട് യൂസ് ചെയ്യാറില്ല. ഇതിലേതാണ്? അമിനോ ആസിഡ്സ്, സൂക്രോസ് ഓർ ഷുഗർ, എ കോംപ്ലക്സ് മിക്സ്ചർ ഓഫ് സോൾട്ട്, സെറം ആൽബുമിൻ. ആൻസർ എന്ന് പറയുന്നത് സെറം ആൽബുമിൻ ആണ്. നമ്മൾ ഒരുപാട് അമിനോ ആസിഡ്സും അതുപോലെ തന്നെ സൂക്രോസ് ഇല്ലാതെ മീഡിയം കുറവല്ലേ, അതുപോലെ തന്നെ ഒരുപാട് സോൾട്ട്, മാക്രോ സോൾട്ടും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഇതൊന്നും അല്ലാതെ ഏതാണുള്ളത്? സെറം ആൽബുമിൻ ആണ് നമ്മൾ കോമൺ ആയിട്ട് അധികം യൂസ് ചെയ്യാത്തത്. ഓക്കെ, ബേസിക് കമ്പോണൻറ്റ് അല്ലാത്തത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് പ്ലാന്റ് പ്രൊപ്പഗേഷൻ യൂസസ് ഗിർഡ്ലിംഗ്? ഗിർഡ്ലിങ്ങിനകത്ത് ഏത് പ്ലാന്റ് പ്രൊപ്പഗേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, കട്ടിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ്, ബോത്ത് എ ആൻഡ് ബി. ആൻസർ എന്ന് പറയുന്നത് ലെയറിംഗ് ആണ്. ഓക്കെ. ദെൻ എബിലിറ്റി ഓഫ് എ സിംഗിൾ സെൽ ടു ഡിവൈഡ് ആൻഡ് പ്രൊഡ്യൂസ് ഓൾ ഡിഫറൻഷ്യേറ്റഡ് സെൽസ് ഇൻ ദ എൻറ്റിറ്റി. അപ്പം ഓരോ സെല്ലിനും ഒരു എബിലിറ്റി, ഓരോ സിംഗിൾ സെല്ലിനും ഡിവൈഡ് ചെയ്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഒരു പുതിയ ഓർഗൻ അല്ലെങ്കിൽ ഓർഗാനിസമായിട്ട് മാറാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ കപ്പാസിറ്റി ഉണ്ട്. അതിന് പറയുന്ന പേരെന്താണ്? ടോട്ടിപൊട്ടൻസി, മൾട്ടിപൊട്ടൻറ്റ്, പ്ലൂറിപൊട്ടൻറ്റ്, യൂണിപൊട്ടൻറ്റ്. ആൻസർ എന്ന് പറയുന്നത് ടോട്ടിപൊട്ടൻസി ആണ്. ഓക്കെ. ദെൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് സൂപ്പർബർഗ്? സൂപ്പർബർഗ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഏതാണ്? വൈറസ്, ബാക്ടീരിയ, ട്രാൻസനിക് പ്ലാന്റ്, വോംസ്. ആൻസർ എന്ന് പറയുന്നത് ബാക്ടീരിയ ആണ്. ഓക്കെ. ദെൻ ഗ്രോത്ത് ഓഫ് പ്ലാന്റ് ടിഷ്യൂ ഇൻ ആർട്ടിഫിഷ്യൽ മീഡിയ ഈസ് കോൾഡ്. ഒരു ആർട്ടിഫിഷ്യൽ മീഡിയത്തിനകത്ത് പ്ലാന്റ് ടിഷ്യൂവിനെ ഗ്രോ ചെയ്യിക്കുന്നതിന് എന്താണ് പറയുന്നത്? സെൽ ഹൈബ്രിഡൈസേഷൻ, പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ, ട്രാൻസ്ജെനിസിസ്, ജീൻ എക്സ്പ്രഷൻ. ആൻസർ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ആണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ? ഈ കൂട്ടത്തിൽ ഏതാണ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ അല്ലാത്തത്? ആൻസർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഓക്സിൻ, സൈറ്റോകൈനിൻ, സബ്സിസിക് ആസിഡ്, പോളിഫീനോൾസ്. ആൻസർ എന്ന് പറയുന്നത് പോളിഫീനോൾസ് ആണ്. ബാക്കി മൂന്നും ഹോർമോൺസ് ആണ്. പ്ലാന്റിൻ്റെ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് അല്ലെങ്കിൽ പ്ലാന്റ് ഹോർമോൺസ് ആണ് ബാക്കി മൂന്നെന്ന് പറയുന്നത്. പോളിഫീനോൾ എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി മെറ്റാബോളൈറ്റിൻ്റെ കൂട്ടത്തിലൊക്കെ പ്ലാന്റിൻ്റെ ഒരു ഡിഫെൻസ് മെക്കാനിസത്തിനകത്തൊക്കെ വരുന്ന ആളാണ് ഈ പോളിഫീനോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നോക്കാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. വേണം എന്ന് തോന്നിയിട്ട് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് വേണം, ഒരുപാട് ക്വസ്റ്റ്യൻസ് നേരത്തെ ചോദിച്ച് കണ്ടത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറച്ച് ടോപ്പിക്സ് ആണ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പം പ്ലാന്റ് ടിഷ്യൂ കൾച്ചറിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ചില നോട്ട്സ് ഒക്കെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ടോട്ടിപൊട്ടൻസി എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു സിംഗിൾ സെല്ലിന് ഡിവൈഡ് ചെയ്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഒരു ഓർഗാനിസമായിട്ട് മാറാനുള്ള എബിലിറ്റി ഉണ്ടെങ്കിൽ അതിനെയാണ് ടോട്ടിപൊട്ടൻസി എന്ന് പറയുന്നത്. ഓക്കെ. പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, നമ്മൾ കൾച്ചർ മീഡിയത്തിനകത്ത് യൂസ് ചെയ്യുന്ന പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ആണ് ഓക്സിൻ. ഓക്സിൻ എന്താണ് ചെയ്യുന്നത്? സെൽ ഡിവിഷനെയും സെൽ ഗ്രോത്തിനെയും പ്രൊമോട്ട് ചെയ്യുന്നു. ഓക്കെ, പ്രധാനമായിട്ടുള്ള ഓക്സിൻ ഡെറിവേറ്റീവ്സ് ആണ് IAA, IBA, 2,4-D എന്നൊക്കെ പറയുന്നത്. അതിൽ IAA എന്ന് പറയുന്നത് നാച്ചുറലി ഉള്ള ഓക്സിൻ ആണ്. IAA, ഇൻഡോൾ 3 അസറ്റിക് ആസിഡ്. ദെൻ കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള വേറെ ഡെറിവേറ്റീവ്സ് ആണ് 2,4-Dയും IBAയും ഒക്കെ. ഓക്കെ. ദെൻ സൈറ്റോകൈനസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ അവരും ഈ പറഞ്ഞ പോലെ സെൽ ഡിവിഷനെ പ്രൊമോട്ട് ചെയ്യുന്നവരാണ്. അവരെന്ന് പറഞ്ഞാൽ പ്യൂറിൻ ഡെറിവേറ്റീവ്സ് ആണ്. ഓക്കെ. നാച്ചുറലി ഒക്കറിങ് സൈറ്റോകൈനിൻ ആണ് സിയാറ്റിൻ എന്ന് പറയുന്നത്. അത് സിയാമൈസിനകത്താണ് ആദ്യം ഐസൊലേറ്റ് ചെയ്തത്. പിന്നെ DHZ എന്ന് പറയുന്നു, അത് ഡൈഹൈഡ്രോസിയാറ്റിൻ ആണ്. പിന്നെ ഒരു IPA ഉണ്ട്, ഐസോപെൻറ്റീനൽ അഡനിൻ. ഇത് മൂന്നുമാണ് നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള സൈറ്റോകൈനിൻ. ഇക്കൂട്ടത്തിൽ തന്നെ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് സിയാറ്റിൻ ആണ്. ഓക്കെ. സിന്തറ്റിക് ആയിട്ടുള്ള സൈറ്റോകൈനിൻ അനലോഗ്സ് ഏതൊക്കെയാണ്? കൈനറ്റിൻ, BAP, ബെൻസൈൽ അമിനോ പ്യൂരിൻ ഒക്കെ എന്താണ്? സിന്തറ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്ത സൈറ്റോകൈനിൻസ് ആണ്. ദെൻ ജിബറലിൻ എന്താ ചെയ്യുന്നത്? സെൽ അലോങ്ങേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ. GA3 ആണ്
ഗിബറലിന് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിനും സൈറ്റോകൈനും ഒക്കെ സെൽ ഡിവിഷനും സെൽ ഗ്രോത്തിനും ഹെൽപ്പ് ചെയ്യുമ്പം ജിബറലിൻ സെൽ അലോങ്ങേഷന് വേണ്ടിയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അബ്സസിക് ആസിഡ് എന്ന് പറഞ്ഞാൽ സെൽ ഡിവിഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ കൂടുതൽ സൊമാറ്റിക് എംബ്രിയോജനസിസിനകത്തൊക്കെയാണ് കൂടുതലായിട്ട് അവർ യൂസ് ചെയ്യുന്നത്. എഥിലിൻ എന്ന് പറയുന്നത് അവർ ഗേഷ്യസ് ആണ്, നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ഒരു ഹോർമോണാണ്, അല്ലെങ്കിൽ ഒരു പ്ലാന്റ് റെഗുലേറ്റർ ആണ് ഈ എഥിലിൻ എന്ന് പറയുന്നത്. അവർ ഫ്രൂട്ട് റൈപ്പനിങ്ങിന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. കോമൺലി അവർ ടിഷ്യൂ കൾച്ചർ മീഡിയത്തിനകത്ത് അവരെ യൂസ് ചെയ്യാറില്ല. ഓക്കെ, നമ്മൾ മുമ്പ് ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു, ഓക്സിൻ്റെയും സൈറ്റോകൈനിൻ്റെയും റേഷ്യോ എങ്ങനെയാണ് ടിഷ്യൂ കൾച്ചർ വളർത്തുന്ന പ്ലാന്റിനെ അഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, കുറഞ്ഞ ഓക്സിനും ലോ ഓക്സിനും സൈറ്റോകൈനിൻ ഹയറും ആണെങ്കിൽ അത് ഷൂട്ട് ഫോർമേഷനെ ആയിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഓക്സിൻ്റെ അളവ് കൂടുതലും സൈറ്റോകൈനിൻ്റെ അളവ് കുറവുമാണെങ്കിൽ, ഹൈ ഓക്സിൻ ടു സൈറ്റോകൈനിൻ റേഷ്യോ ആണെങ്കിൽ റൂട്ട് ഫോർമേഷനെ ആയിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്. ഇൻ്റർമീഡിയറ്റ് ആണ്, രണ്ടും ഏകദേശം ഒരേപോലെയൊക്കെ ആണെങ്കിൽ കാലസ് ആയിരിക്കും ഫോം ചെയ്യുക. അപ്പോൾ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒത്തിരി ചോദിച്ചു കണ്ടിട്ടുള്ള ഒന്നാണ്. ലോ ഓക്സിനും ഹൈ സൈറ്റോകൈനിനും ആണെങ്കിൽ ഷൂട്ട് ഫോർമേഷൻ, ഹൈ ഓക്സിനും ലോ സൈറ്റോകൈനിനും ആണെങ്കിൽ റൂട്ട് ഫോർമേഷൻ, ഇൻ്റർമീഡിയറ്റ് ആണെങ്കിൽ കാലസ് ഫോർമേഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൾച്ചറാണ്. കാലസ് കൾച്ചറുണ്ട്, സെൽ സസ്പെൻഷൻ കൾച്ചറുണ്ട്, പ്രോട്ടോപ്ലാസ്റ്റ്, റൂട്ട് ടിപ്പ്, അതുപോലെ ഷൂട്ട് ടിപ്പ്, അതുപോലെ എംബ്രിയോ, മൈക്രോസ്പോർ കൾച്ചർ, അങ്ങനെ പല ടൈപ്പ് ഓഫ് കൾച്ചേഴ്സ് ഉണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. കാലസ് എന്ന് വെച്ചാൽ എന്താണ്? അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഗ്രോവിങ് ആയിട്ടുള്ള ഡിവൈഡിങ് മാസ് ഓഫ് സെൽസ് ആണ് കാലസ് എന്ന് പറയുന്നത്. ഓക്കെ, ലോങ് ടൈം കൾച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ദ കൾച്ചർ ലോസ് ദ റിക്വയർമെൻറ്റ് ഓഫ് ഓക്സിൻ ആൻഡ് ഓർ സൈറ്റോകൈനിൻ. അപ്പോൾ ഹാബിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോങ് ടൈം കൾച്ചറാണ്. ഓക്കെ, അതിന് ഓക്സിൻ്റെയും സൈറ്റോകൈനിൻ്റെയും ഒന്നും റിക്വയർമെൻ്റ് ഒക്കെ അതിന് നഷ്ടമായി പോയിട്ട് ഉള്ള ലോങ് ടൈം കൾച്ചറാണ് ഹാബിറ്റുവേഷൻ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ കുറേ നാളാ കാലസായിട്ട് തന്നെ ഇരിക്കുന്നു, അതിനെയാണ് ഹാബിറ്റുവേഷൻ എന്ന് പറയുന്നത്. കോമ്പാക്റ്റ് കാലസും ഉണ്ട്, ഫ്രയബിൾ കാലസും ഉണ്ട്. എന്താണ് കോമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ? അവർ ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ട് ഡെൻസായിട്ട് ആഗ്രിഗേറ്റ് ചെയ്തിരിക്കുന്ന സെൽസ് ആയിരിക്കും ആ കാലസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് കോമ്പാക്റ്റ് കാലസ്. ദെൻ ഫ്രയബിൾ കാലസ് എന്ന് വെച്ചാൽ സെൽസ് ഒക്കെ ലൂസ്ലി അറേഞ്ച്ഡ് ആയിരിക്കും. അങ്ങനത്തെ കാലസ് ഒക്കെയാണ് നമ്മൾ സെൽ സസ്പെൻഷൻ കൾച്ചറിനകത്തൊക്കെ ഇനോക്കുലമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി സെൽ സസ്പെൻഷൻ കൾച്ചറിനകത്ത് ഫ്രയബിൾ കാലസ് ആണ് യൂസ് ചെയ്യുന്നത് ഇനോക്കുലമായിട്ട്. ഫ്രയബിലിറ്റി increased by subculturing and semi-solid in a semi-solid medium. അപ്പോൾ നമുക്ക് ഫ്രയബിലിറ്റി രണ്ട് രീതിയിൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അത് സബ് കൾച്ചറിങ് ചെയ്തുകൊണ്ടും അതിനെ സെമി സോളിഡ് മീഡിയത്തിനകത്ത് കൾച്ചർ ചെയ്തുകൊണ്ട് നമുക്ക് ഫ്രയബിലിറ്റി കൂട്ടാനായിട്ട് സാധിക്കും. Callus cells are placed into a liquid medium and then agitated, single cell and or small clumps released. നമ്മൾ ഈ കാലസിനെ ഫ്രയബിൾ കാലസിനെ എടുത്തിട്ട് നമ്മൾ ലിക്വിഡ് മീഡിയത്തിനകത്തിട്ട് നന്നായിട്ട് അജിറ്റേറ്റ് ചെയ്യുമ്പോഴത്തേന് സിംഗിൾ സെൽസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്മോൾ ഗ്രൂപ്പ്സ് ഓഫ് ക്ലംസ് ഉണ്ടല്ലോ, അതങ്ങ് റിലീസായിട്ട് പോവാണ് ചെയ്യുന്നത്. അങ്ങനെ അത് യൂസ് ചെയ്തിട്ടാണ് സെൽ സസ്പെൻഷൻ കൾച്ചർ ചെയ്യുന്നത്. സ്റ്റേഷനറി ഫേസ് ഉണ്ട്. സെൽ ഡിവൈഡ് ആൻഡ് ബയോമാസ് ഇൻക്രീസ്ഡ് അണ്ടിൽ മീഡിയം എക്സോസ്റ്റഡ്. അത് സ്റ്റേഷനറി ആണെന്ന് വെച്ചാൽ സെല്ല് ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്താണ്? മീഡിയം എക്സോസ്റ്റ് ആവുന്നിടം വരെയും ഇങ്ങനെ ബയോമാസ് കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ദെൻ പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോപ്ലാസ്റ്റ് കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാന്റ് സെൽ വിത്ത് ദ സെൽ വാൾ റിമൂവ്ഡ്. നമ്മൾ ഒരു പ്ലാന്റിൻ്റെ സെല്ലെടുത്തു, അതിൻ്റെ സെൽ വാൾ അങ്ങ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗത്തിനെ മൊത്തത്തിലാണ് നമ്മൾ പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ സെൽ വാൾ റിമൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് സെൽ വാൾ റിമൂവ് ചെയ്യാം. മെക്കാനിക്കൽ മെത്തേഡ് ഉപയോഗിച്ചും എൻസൈമാറ്റിക് മെത്തേഡ് ഉപയോഗിച്ചും. ഓക്കെ, മെക്കാനിക്കൽ എന്ന് വെച്ചാൽ നമ്മൾ സ്കാൽപ്പിലൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കിയിട്ട് മെക്കാനിക്കലി നമ്മൾ ഹാൻഡ് വെച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് മെക്കാനിക്കൽ എന്ന് പറയുന്നത്. എൻസൈമാറ്റിക് എന്ന് വെച്ചാൽ നമ്മൾ 2-3 എൻസൈംസ് ഒക്കെ യൂസ് ചെയ്യും. സെല്ലുലേസും പെക്റ്റിനേസും എൻസൈം ഒക്കെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ സെൽ വാൾ റിമൂവ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ റൂട്ട് കൾച്ചർ. പ്രൈമറി ആൻഡ് സെക്കൻഡറി റൂട്ട്സ് ആണ് നമ്മൾ റൂട്ടിൻ്റെ കൾച്ചറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അൺലിമിറ്റഡ് ഗ്രോത്ത് ആയിരിക്കും ഈ റൂട്ട് കൾച്ചർ നമ്മൾ ചെയ്യുവാണെങ്കിൽ. സാധാരണ പ്ലാന്റ് ട്രാൻസ്ഫോർമേഷൻ സ്റ്റഡീസിലൊന്നും അധികം യൂസ് ചെയ്യാറില്ല. ഓക്കെ, ദെൻ ഷൂട്ട് ടിപ്പ് ആൻഡ് മെരിസ്റ്റം കൾച്ചർ. ക്ലോണൽ പ്രൊപ്പഗേഷന് വേണ്ടിയിട്ടാണ് മെരിസ്റ്റം കൾച്ചർ അല്ലെങ്കിൽ ഷൂട്ട് ടിപ്പ് കൾച്ചർ നമ്മൾ ചെയ്യുന്നത്. ക്ലോൺസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ജനറ്റിക്കലി വ്യത്യാസമൊന്നും ഇല്ലാത്ത ക്ലോൺസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്.
ഈ ഷൂട്ട് ടിപ്പ് വഴിയൊക്കെ ചെയ്യുമ്പോൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ക്ലംസ് ഓഫ് ഷൂട്ട്സ് ഫ്രം ലാറ്ററൽ ഓർ അഡ്വാൻറ്റേഷ്യസ് ബഡ്സ്. എവിടെ നിന്നായിരിക്കും ഈ ഷൂട്ടിനെ എടുക്കുന്നത്? ലാറ്ററൽ ഷൂട്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ അഡ്വാൻറ്റേഷ്യസ് ആയിട്ടുള്ള ബഡ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെരിസ്റ്റം കൾച്ചർ ചെയ്യുമ്പോഴാണ് നമുക്ക് വൈറസ് ഫ്രീ പ്ലാന്റ്സിനെ കിട്ടുന്നത്. ഒത്തിരി ക്വസ്റ്റ്യൻസിന് ഇത് വെച്ച് ചോദിച്ച് കണ്ടിട്ടുണ്ട്, ഒരുപാട് എക്സാംസിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. വൈറസ് ഫ്രീ പ്ലാന്റ്സിനെ നമുക്ക് ഏത് കൾച്ചർ വഴിയാണ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത്? ആൻസർ എന്താണ്? മെരിസ്റ്റം കൾച്ചർ വഴിയാണ്. ഓക്കെ. പ്രൊഡ്യൂസ് ഹെട്രോസൈഗസ് സീഡ്സ് പ്ലാന്റ് ബ്രീഡിങ്ങിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ എംബ്രിയോ കൾച്ചർ ജനറേറ്റ് കാലസ് ഓർ സൊമാറ്റിക് എംബ്രിയോസ്, ഇമ്മച്ചുവർ എംബ്രിയോ ഡിറൈവ്ഡ് എംബ്രിയോജനിക് കാലസ് ഫോർ മോണോകോട്ടിലിഡൻസ് പ്ലാന്റ് റീജനറേഷന് വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു എംബ്രിയോ കൾച്ചർ. മൈക്രോസ്പോർ കൾച്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ പോളനോ ഓവ്യൂളോ ഒക്കെ എന്താണ്? മൈക്രോസ്പോർസ് ആണ്. മൈക്രോസ്പോർസിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അവർ ഹാപ്ലോയിഡാണ് അല്ലേ? അപ്പോൾ ഹാപ്ലോയിഡ് കൾച്ചറിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്രോസ്പോർ കൾച്ചർ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ എല്ലായ്പ്പോഴും നമുക്ക് ഹാപ്ലോയിഡ് തന്നെ കിട്ടണമെന്നില്ല. സെല്ലിൻ്റെ ഡ്യൂപ്ലിക്കേഷനൊക്കെ കൾച്ചറിനകത്ത് ഇരുന്ന് തന്നെ നമുക്ക് ചിലപ്പം കിട്ടിയെന്ന് വരാം. ഓക്കെ. ബോത്ത് കാലസും എംബ്രിയോയും ഒക്കെ ഈ മൈക്രോസ്പോർ കൾച്ചറിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. നമുക്ക് ക്രോമസോമിന് ഡബ്ലിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കോൾക്കിസിൻ ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് കോൾക്കിസിൻ എന്ന് പറയുന്നത്. ക്രോമസോം ഡബ്ലിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ കോൾക്കിസിൻ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ പ്ലാന്റ് റീജനറേഷൻ. രണ്ട് രീതിയിൽ പ്ലാന്റ് റീജനറേറ്റ് ചെയ്യുന്നു. സൊമാറ്റിക് എംബ്രിയോജെനസിസ് വഴിയും ഓർഗാനോജെനസിസ് വഴിയൊക്കെയാണ് ഒരു പ്ലാന്റ് ഉണ്ടാകുന്നത്. സൊമാറ്റിക് എംബ്രിയോജെനസിസ് എന്ന് പറഞ്ഞാൽ എംബ്രിയോ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്, ഫോംഡ് ഫ്രം സൊമാറ്റിക് ടിഷ്യൂവിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അവർ ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ എന്താണ് ഒരു കാലസ് ഉണ്ടായിട്ട് കാലസിൽ നിന്നും ഉണ്ടാവാം. ഓക്കെ. ഡയറക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? അവരുടെ സെല്ലിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സെൽസിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാവുന്നു. അല്ലെങ്കിൽ ഇവയിൽ നിന്ന് എന്തുണ്ടാവുന്നു? ഈ എക്സ്പ്ലാന്റിൽ നിന്ന് കാലസ് ഉണ്ടാവുന്നു. കാലസ് പിന്നെ റീജനറേറ്റ് ചെയ്തിട്ട് പ്ലാന്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അത് ഡയറക്റ്റ് എംബ്രിയോജെനസിസിന് എക്സാമ്പിളാണ് ക്യാരറ്റ് ഒക്കെ. ആൽഫയ്ക്കകത്താണെങ്കിൽ ഇൻഡയറക്റ്റ് എംബ്രിയോജെനസിസ് ആണ് നടക്കുന്നത്. ഫോർ എംബ്രിയോ ഇനീഷ്യേഷനകത്ത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സൊമാറ്റിക് എംബ്രിയോജെനസിസിൻ്റെ അകത്ത് എംബ്രിയോയുടെ ഇനീഷ്യേഷന് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് 2,4-D യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നീട് അങ്ങോട്ട് അതിൻ്റെ ഡെവലപ്മെൻ്റ് ഒക്കെ വരുമ്പോഴത്തേന് 2,4-D ഒന്നെങ്കിൽ യൂസ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ വളരെ കുറച്ച് ലോ ലെവലിൽ മാത്രമേ 2,4-D യൂസ് ചെയ്യത്തുള്ളൂ. ദെൻ പ്രൊഡക്ഷൻ ഇംപ്രൂവ്ഡ് ബൈ യൂസ് റെഡ്യൂസ്ഡ് നൈട്രജൻ സച്ച് ആസ് സ്പെസിഫിക് അമിനോ ആസിഡ്സ് ഓർ കസിൻ ഹൈഡ്രോലൈസേറ്റ്. എന്താണ്? ഈ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് റെഡ്യൂസ്ഡ് നൈട്രജൻ ആയിട്ടുള്ള സ്പെസിഫിക് അമിനോ ആസിഡ്സ് അല്ലെങ്കിൽ കസിൻ ഹൈഡ്രോലൈസേറ്റ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ എംബ്രിയോജെനസിസ് എന്ന് പറഞ്ഞതാണ് പ്രൊഡക്ഷൻ ഓഫ് ഓർഗൻസ് എയ്തർ ഫ്രം കാലസ് ഓർ ഫ്രം എക്സ്പ്ലാന്റിൽ നിന്നോ കാലസിൽ നിന്നോ ആ ഒരു ഓർഗൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ഓർഗാനോജെനസിസ് എന്ന് പറയുന്നത്. ഓക്സിൻ ടു സൈറ്റോകൈനിൻ റേഷ്യോ ആണ് മീഡിയത്തിൽ കൂടുതലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അതൊക്കെ നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞായിരുന്നു അല്ലേ? അതാണ് ഡെവലപ്മെൻറ്റൽ പാത്ത് വേ നിശ്ചയിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ. ഓക്സിൻ്റെ ലെവൽ കൂടുതലാണെങ്കിലും സൈറ്റോകൈൻ്റെ അളവ് കുറവാണെങ്കിലും എന്തൊക്കെയാണ് അവിടെ പ്ലാന്റിൽ സംഭവിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ ഗോൾഡൻ റൈസിനെ ഫ്ലേവർ സേവർ ടൊമാറ്റോയെ പറ്റി BT കോഡിനെ പറ്റിയൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ എൻ്റെ കഴിഞ്ഞ PGയിലെ സ്ലൈഡ്സ് ആയിരുന്നു. അത് ഞാൻ അപ്പാടെ എടുത്തിട്ടേക്കുവാണ്, മാറ്റം വരുത്തിയിട്ടില്ല. അപ്പോൾ അത് യൂസ്ഫുൾ ആണ് തോന്നിയതുകൊണ്ടാണ് എടുത്തിട്ടത്. ഓക്കെ. അപ്പോൾ ഗോൾഡൻ റൈസിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഗോൾഡൻ റൈസ് ഈസ് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ് ദാറ്റ് വാസ് ഡെവലപ്ഡ് ബൈ സ്വിസ് ആൻഡ് ജർമ്മൻ സയൻറ്റിസ്റ്റ് ഇൻ 1999 സ്വിസ് ആൻഡ് ജർമ്മൻ സയൻറ്റിസ്റ്റാണ് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ. ഇതിനകത്ത് പ്രധാനമായിട്ടും അവർ ഇത് ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം എന്താണ്? അതിനകത്ത് വൈറ്റമിൻ എയുടെ പ്രിക്കോസർ ആയിട്ടുള്ള ബീറ്റ കരോട്ടിനെയാണ് അവർ ജനറ്റിക്കലി എഞ്ചിനീയർ ചെയ്തത്, അവർ എടുത്തത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ വൈറ്റമിൻ എ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പോൾ ഈ ബീറ്റ കരോട്ടിൻ കൂടുതലുള്ളത് കൊണ്ടാണ് അതിനൊരു ഗോൾഡൻ കളറൊക്കെ വന്നത്. എന്തുകൊണ്ടാണ് അവർ അതിലേക്ക് നയിച്ചതെന്ന് ചോദിച്ചാൽ അവിടെ ഒരുപാട് ആൾക്കാർ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി മൂലം വലഞ്ഞപ്പോഴാണ് ഇവർ ഗോൾഡൻ റൈസ് ഉണ്ടാക്കാൻ, വൈറ്റമിൻ എ ഡെഫിഷ്യൻസി മാറ്റാൻ വേണ്ടിയിട്ട് ഗോൾഡൻ റൈസ് ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ഓക്കെ. ഗോൾഡൻ റൈസ് 1 ഉണ്ട്, ഗോൾഡൻ റൈസ് 2 ഉണ്ട്. അവരുടെ കളറിൻ്റെ ചേഞ്ച് കണ്ടോ? മേളിലെ ഫിഗറിൽ വൈൽഡ് ടൈപ്പ് ഗോൾഡൻ റൈസ് 1, ഗോൾഡൻ റൈസ് 2 കണ്ടോ?
അപ്പോൾ ഗോൾഡൻ റൈസ് 1 എന്ന് പറഞ്ഞാൽ വാസ് ഇനീഷ്യലി ഡെവലപ്ഡ് ബൈ ഇൻഗോ പോർട്രിക്കസ് ഓഫ് സ്വിറ്റ്സർലാൻഡ് ആൻഡ് പീറ്റർ ബെയർ ഓഫ് ജർമ്മനി. അപ്പം സ്വിറ്റ്സർലാൻഡിലുള്ള ഇൻഗോ പോർട്രിക്കസും ജർമ്മനിയിലുള്ള പീറ്റർ ബെയറും കൂടെയാണ് ഫസ്റ്റ് ഗോൾഡൻ റൈസ് 1 എന്ന് പറയുന്നത് ഇനിഷ്യേറ്റ് ചെയ്തത്. ഓക്കെ, ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ യൂസിങ് 2 ജീൻസ്. 2 ജീൻ ഉപയോഗിച്ചിട്ടാണ് ഇവരത് ക്രിയേറ്റ് ചെയ്തത്. ഒന്നെന്ന് പറഞ്ഞാൽ ഡഫോഡിൽസ് അല്ലെങ്കിൽ നാർസിസസ് എന്ന് പറഞ്ഞിട്ടുള്ള അതിനകത്തുനിന്ന് 2 ജീനും, അതുപോലെ തന്നെ ഒരു ജീനാണെങ്കിൽ എർവീനിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയക്കകത്തുനിന്നുമാണ് അവർ യൂസ് ചെയ്തത്. എന്നിട്ട് അതിനെയാണ് അവർ ജനറ്റിക് എഞ്ചിനീയർ ചെയ്തെടുത്ത് ഈ ഗോൾഡൻ റൈസ് ഉണ്ടാക്കിയെടുത്തത്. ഓക്കെ, 2 ജീനിനെ നാർസിസസിനകത്തുനിന്നും ഒരു ജീനിനെ എർവീനിയ ബാക്ടീരിയക്കകത്തുനിന്നുമാണ് അവർ എടുത്തത്. ഓക്കെ, ഗോൾഡൻ റൈസ് 2 എന്ന് പറഞ്ഞാൽ സിൻജൻഡ എന്ന് പറഞ്ഞൊരു ബയോടെക് കമ്പനിയാണ് ഡെവലപ്പ് ചെയ്തത്. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ യൂസിങ് 1 ജീൻ ഫ്രം മൈസ് ആൻഡ് 1 ഫ്രം എർവീനിയ. അവരാണെങ്കിൽ ഗോൾഡൻ റൈസ് 2 എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്? മൈസിൻ്റെ അകത്തുനിന്ന് ഒരു ജീനും അതുപോലെ തന്നെ എർവീനിയക്കകത്തുനിന്ന് ഒരു ജീനും എടുത്തിട്ടാണ് ചെയ്തത്. ഓക്കെ, ഇറ്റ് കണ്ടെയ്ൻ മോർ എമൗണ്ട് ബീറ്റ കരോട്ടിൻ. അപ്പം കളർ തന്നെ കണ്ടാൽ അറിയാം ഗോൾഡൻ റൈസ് 2-ന് ഭയങ്കര ഗോൾഡൻ കളറാണ് അല്ലേ. അപ്പോൾ അതാണെങ്കിൽ എങ്ങനെയാണ്? ഹൈ കണ്ടൻറ്റ് ഓഫ് ബീറ്റ കരോട്ടിൻ അതിനകത്തുള്ളത് കൊണ്ടാണ്. ഓക്കെ, അതിൻ്റെ ഒരു ഡ്രാമാറ്റിക് ഒരു പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. എർവീനിയ ബാക്ടീരിയക്കകത്തുനിന്ന് ഒരു ജീനും അതുപോലെ ഡാഫോഡിൽസ് അല്ലെങ്കിൽ നാർസിസസിനകത്തുനിന്ന് 2 ജീനും എടുത്ത് പറഞ്ഞ പ്ലാസ്മിഡിനകത്തോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് അവയെ വെക്ടേഴ്സായിട്ട് യൂസ് ചെയ്ത് പിന്നെ അഗ്രോ ബാക്ടീരിയത്തിനകത്തേക്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് അതിനെ പിന്നെ നമ്മുടെ റൈസിലാക്കി കയറ്റുകയാണ് ചെയ്തത്. ഓക്കെ, അതിൻ്റെ ഒരു പാത്വേ, ഈ പാത്വേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിക്കേണ്ട ഒരു പാത്വേ ആണ്. ഓക്കെ, IPPയിൽ നിന്ന് ജെറാനൈൽ ഡൈഫോസ്ഫേറ്റ് ഉണ്ടാവുന്നു, അവിടെ നിന്ന് ഫൈറ്റോയിൻ ഉണ്ടാവുന്നു. അതിനിടയ്ക്ക് യൂസ് ചെയ്ത എൻസൈം എന്ന് പറയുന്നത് ഫൈറ്റോയിൻ സിന്തേസ് ആണ്. ഓക്കെ, ദെൻ ഫൈറ്റോയിൻ ഡീസാച്ചുറേസസും ബീറ്റ കരോട്ടീൻ ഡീസാച്ചുറേസസും യൂസ് ചെയ്തിട്ട് എന്തുണ്ടായി? ലൈക്കോപ്പീൻ ഉണ്ടായി. ലൈക്കോപ്പീനകത്തുനിന്ന് ലൈക്കോപ്പീൻ ബീറ്റ സൈക്ലേസ് യൂസ് ചെയ്തിട്ട് ബീറ്റ കരോട്ടീൻ ഉണ്ടായി. ബീറ്റ കരോട്ടീൻ എന്ന് പറയുന്നത് വൈറ്റമിൻ എ പ്രിക്കസർ ആയിരുന്നു. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിനിടയ്ക്ക് യൂസ് ചെയ്ത എൻസൈംസ് ഒക്കെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫ്ലേവർ സേവർ ടൊമാറ്റോസ്. ഫ്ലേവർ ടൊമാറ്റോ എന്ന് പറയുന്നത് ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ടൊമാറ്റോ ആണ്. വാസ് ദ ഫസ്റ്റ് കൊമേഴ്ഷ്യലി ഗ്രാൻറ്റഡ് ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഫുഡ് ടു ബി ഗ്രാൻറ്റഡ് എ ലൈസൻസ് ഫോർ ഹ്യൂമൻ കൺസംപ്ഷൻ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹ്യൂമൻ കൺസംപ്ഷന് വേണ്ടിയിട്ട് ലൈസൻസ് ഗ്രാൻറ്റ് ചെയ്ത ഫസ്റ്റ് ജനറ്റിക്കലി എഞ്ചിനീയർഡ് പ്രോഡക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ടൊമാറ്റോ ആണ്. ഓക്കെ, ഫ്ലേവർ ടൊമാറ്റോ ആണ്. ഓക്കെ, കാലിഫോർണിയൻ കമ്പനിയായിട്ടുള്ള കാൽജീൻ എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ദ ടൊമാറ്റോ വാസ് മെയ്ഡ് ഫോർ മോർ റെസിസ്റ്റൻറ്റ് ടു റോട്ടിംഗ് ബൈ ആഡിങ് ആൻ ആൻറ്റിസെൻസ് RNA വിച്ച് ഇൻ്റർഫിയേഴ്സ് വിത്ത് ദ പ്രൊഡക്ഷൻ ഓഫ് എൻസൈംസ് പോളിഗാലറ്റുറോനേസ് എൻസൈം. പറഞ്ഞാൽ മനസ്സിലായോ? പോളിഗാലറ്റുറോനേസ് എൻസൈം എന്നതിൻ്റെ പ്രൊഡക്ഷനെ ഇൻ്റർഫിയർ ചെയ്തുകൊണ്ട് ഒരു ആൻറ്റിസെൻസ് RNA യൂസ് ചെയ്തു. അപ്പം ആൻറ്റിസെൻസ് RNA യൂസ് ചെയ്ത് കാരണം പെട്ടെന്ന് ഈ തക്കാളി അല്ലെങ്കിൽ ടൊമാറ്റോ ചീഞ്ഞു പോകാതെ റോട്ടിങ് ചെയ്യാതെ അതിന് റെസിസ്റ്റൻ്റ് ആയിട്ടിരുന്നു. മനസ്സിലായോ? അപ്പോൾ ആൻറ്റിസെൻസ് RNA ടെക്നോളജി അല്ലെങ്കിൽ RNA ഇൻ്റർഫിയറൻസ് വെച്ചിട്ടാണ് ഇവിടെ അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ പോളിഗാലറ്റുറോനേസ് എൻസൈമിൻ്റെ പ്രൊഡക്ഷനെയാണ് ഇൻ്റർഫിയർ ചെയ്തത്. ഓക്കെ, tomatoes exhibiting delayed ripening were developed either by using antisense RNA against enzyme involved in ethylene production or using the gene of ACC deaminase. Then the tomatoes achieving better flavor by accumulation of soluble sugars by allowing the fruit to stay for long time in the plant. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ ഫ്ലേവർ നമുക്ക് സേവ് ചെയ്യണം, അത് വെച്ചിട്ടാണ് ആ പേര് വന്നത് ഫ്ലേവർ സേവർ ടൊമാറ്റോ എന്ന്. ഓക്കെ, ദെൻ BT കോട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ BT കോട്ടൺ വാസ് among the first transgenic crop to be used in commercial agriculture. A gene from the soil bacterium Bacillus thuringiensis അല്ലെങ്കിൽ BT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാക്ടീരിയയിൽ നിന്നാണ് ഈ ജീൻ ഐസൊലേറ്റ് ചെയ്തെടുത്തേക്കുന്നത്. ഓക്കെ, ദിസ് എന്നിട്ടാണ് അതിനെ കോട്ടൻ്റെ ജീനോമിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. ദിസ് ജീൻ കോഡ്സ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് എ പ്രോട്ടീൻ ദാറ്റ് ഈസ് ടോക്സിക് ടു ദ കോട്ടൺ ബോൾ വോംസ്. ഓക്കെ,
ബോൾ വോംസ് ഈ നമ്മുടെ കോട്ടണിൻ്റെ ആ ഒരു പ്രോഡക്ഷനെ വളരെ ബാധിക്കുന്ന ഒരു കോട്ടൺ ബോൾ വോംസ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസെക്റ്റ് ഉണ്ടായിരുന്നു. അതിനെ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ജീനാണ് നമ്മൾ ബാസിലസിനകത്തുനിന്ന് നമ്മൾ ഈ കോട്ടനകത്തേക്ക് കൊടുത്തത്. ഓക്കെ, അതൊക്കെയാണ് അവിടെ പറയുന്നത്. ദെൻ BT കോണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് മെയ്സ് എന്ന് പറയുന്നത് ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പാണ്. സ്പെസിഫിക് മെയ്സ് സ്ട്രെയിൻസ് ഹാവ് ബീൻ ജനറ്റിക്കലി എൻജിനീയർഡ് ടു എക്സ്പ്രസ് അഗ്രികൾച്ചറലി ഡിസൈറബിൾ ട്രൈറ്റ് ഇൻക്ലൂഡിംഗ് റെസിസ്റ്റൻറ്റ് ടു പെസ്റ്റ് ആൻഡ് ടു ഹെർബിസൈഡ്സ്. ഓക്കെ, ദെൻ ദ ട്രോട്ട് റെസിസ്റ്റൻറ്റ് മോൺ 87460 trait is provided by the insertion of the CSPB gene from the soil microbe Bacillus subtilis. Okay, then genetically engineered ആയിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽസ് ഉണ്ട്, ഒരുപാടുണ്ട്. ഓക്കെ, ഇതൊക്കെ പഠിക്കുക. ദെൻ ഹെൽത്ത് കെയർ പ്രോഡക്ട്സിനകത്ത് വരുന്ന ഒന്നാണ് നമ്മുടെ ഇൻസുലിൻ എന്ന് പറയുന്നത്. ഇൻസുലിൻ എന്ന് പറയുന്നത് എന്താണ്? ഡയബറ്റിക്കിന് വേണ്ടിയിട്ട് ഡയബറ്റിക്സിൽ ഉള്ള ആൾക്കാർക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻസുലിൻ യൂസ് ചെയ്യുന്നത്. ഇൻസുലിൻ തെറാപ്പിയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൻറ്റിബയോട്ടിക് റോൾ ഓഫ് ഇൻസുലിൻ വാസ് ഫസ്റ്റ് ഡിസ്കവേർഡ് ബൈ സർ FJ ബാൻറ്റിംഗ് ആണ്. ഓക്കെ, എലി ലില്ലി എന്ന് പറഞ്ഞിട്ട് USA ഒരാളാണ് ഈ ഹ്യൂമൺ ഇൻസുലിൻ ജനറ്റിക്കലി എൻജിനീയർ ചെയ്ത് കണ്ടുപിടിച്ചത്. അതിനെ ഹ്യൂമുലിൻ എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഹ്യൂമണിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ജനറ്റിക്കലി എൻജിനീയർഡ് ആയിട്ടുള്ള ഒരു ഇൻസുലിൻ എലി ലില്ലി എന്ന് പറയുന്ന ഒരാൾ 1982 കണ്ടുപിടിച്ചു. അതിന് പറയുന്ന പേരാണ് ഹ്യൂമുലിൻ. ഓക്കെ, ജീൻ ടെക് കമ്പനി കെമിക്കലി സിന്തസൈസ്ഡ് എന്ത് ചെയ്തു? ഇൻസുലിൻ ജീനിനെ ഈ ജീൻ ടെക് കമ്പനി ആണെങ്കിൽ കൊമേഴ്ഷ്യലി അല്ലെങ്കിൽ കെമിക്കലി അതിനെ സിന്തസൈസ് ചെയ്തെടുത്തു. ഹ്യൂമൻ ഇൻസുലിൻ ഈസ് പ്രൊഡ്യൂസസ് ഫ്രം ഈക്കോളെ ആൻഡ് ഓൾസോ ഫ്രം ജനറ്റിക്കലി എൻജിനീയർഡ് ഈസ്റ്റ്. ഈക്കോളയ്ക്കകത്തു നിന്നും ജനറ്റിക്കലി എൻജിനീയർഡ് ആയിട്ടുള്ള ഈസ്റ്റിനകത്തു നിന്നുമാണ് ഹ്യൂമൻ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ എടുത്തത്. ഓക്കെ, റീകോംബിനൻ്റ് ഇൻസുലിൻ ഈ പല നെയിമിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഹ്യൂമുലിൻ, റെക്കോസുലിൻ എന്ന് പറഞ്ഞ പല പേരുകളിലൊക്കെ ഈ പറഞ്ഞ ഇൻസുലിൻ ജനറ്റിക്കലി എൻജിനീയർഡ് ഇൻസുലിൻ ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ബാക്കി ഒരുപാടുണ്ട്, ജനറ്റിക്കലി എൻജിനീയർഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതുപോലെ പെസ്റ്റ് റെസിസ്റ്റൻസിനെ പറ്റിയും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ ഇനിയും പറയാൻ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകരിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവരും പഠിക്കുക, ഞാൻ നിങ്ങളോടൊപ്പം തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ താങ്ക് യു. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ താങ്ക് യു.